ഇതൊരു മൈതാനത്തിൻ്റെ കഥയല്ല, ഒരു സ്കൂളിന് വേണ്ടി മഞ്ചേരി എലമ്പ്ര നിവാസികൾ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയാണ്. ഇങ്ങനെ നിൽക്കുന്ന ഈ മൈതാനം 1983 ഒരു വിദ്യാലയം പണിയാൻ വേണ്ടി നാട്ടുകാർ പിരിവിട്ട് വാങ്ങിയതാണ്. ഈ ഒരേക്കർ സ്ഥലം അന്ന് 20,000 രൂപയ്ക്ക്. 42 വർഷത്തിനിപ്പുറവും ആ വിദ്യാലയം യാഥാർത്ഥ്യമായില്ല. സർക്കാരിൻ്റെ നയങ്ങളും ചട്ടങ്ങളുമൊക്കെ അതിന് തടസ്സമായി. എലമ്പ്ര നിവാസികൾ അതിനുവേണ്ടി നിയമപോരാട്ടം നടത്തി. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തി. അവസാനം സുപ്രീം കോടതി ഇവർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ നാട്ടുകാർ. നമുക്ക് കേൾക്കാം എലമ്പ്ര നിവാസികളുടെ വിദ്യാലയത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ആ ചരിത്രം. ഈ പ്രദേശത്തിൽ നിന്ന് ചുരുങ്ങിയത് ഒരു LP സ്കൂളിൽ എത്തണമെങ്കിൽ 3.5 കിലോമീറ്റർ ദൂരെ പോകണം, പിഞ്ചു പൈതങ്ങൾ. അതുപോലെ തന്നെ 5 കിലോമീറ്റർ അപ്പുറം പോകണം. ഇതിനൊരു പരിഹാരം വേണം എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരെല്ലാവരും, ഞങ്ങളുടെ പൂർവികരായിരിക്കുന്ന ആളുകളും ഇവിടെ കൂടിയതായിരിക്കുന്ന ആളുകൾ, കാരണന്മാരെല്ലാവരും കൂടിയിട്ട് ഒറ്റക്കെട്ടായും കൊണ്ടിട്ട് ഇവിടെ ഒരു സ്കൂൾ കൊണ്ടുവരണം എന്നുള്ള പോരാട്ടത്തിലായിരുന്നു. അന്ന് 20ഉം 10ഉം അതുപോലെ തന്നെ കാശ് സ്വരൂപിച്ചിട്ടാണ് ഈ സുന്ദരമായിരിക്കുന്ന സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അത് തികയാത്തതിൻ്റെ പേരിൽ സ്വർണം സ്വന്തം ഭാര്യയുടേതായിരിക്കുന്ന കെട്ടുതാലി പണിയും വെച്ചിട്ടും, അതുപോലെ തന്നെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതായിരിക്കുന്ന കാശ് ഇതിന് കൊടുത്തിട്ടും, പിന്നെ ഗൾഫിൽ നിന്ന് ആദ്യമായി കിട്ടിയതായിരിക്കുന്ന ശമ്പളം ഇതിലേക്ക് കൊടുത്തിട്ട്, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടും കൊണ്ടാണ് ഈ സുന്ദരമായിരിക്കുന്ന സ്ഥലം വാങ്ങിയത്. 1983 ഒരേക്കർ സ്ഥലമാണ്. ഇവിടുത്തെ കണ്ണായിരിക്കുന്ന സ്ഥലമാണിത്. അന്ന് പിന്നെ 20,000 രൂപയാണ് ഈ ഒരു ഏക്കർ സ്ഥലക്ക്. പിന്നെ അതിൽ പ്രത്യേകമായി എഴുതിയിട്ട് സ്കൂളിന് വേണ്ടിയിട്ട് എന്നല്ല പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42 വർഷം നീണ്ടത് എന്തുകൊണ്ടാണ്? സർക്കാരിന് നയപരമായിരിക്കുന്ന തീരുമാനമില്ല, അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസമാണ് എന്നുള്ളതായ മറുപടിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിയമപരമായിട്ട് DDൻ്റെ റിപ്പോർട്ട്, അനുകൂലമായ റിപ്പോർട്ടുകൾ, AOൻ്റെ റിപ്പോർട്ടുകൾ, അതും കൊണ്ടും സർക്കാർ യാതൊരു അനുകൂല തീരുമാനമില്ലാത്തതിൻ്റെ പേരിൽ അവസാനം മനുഷ്യാവകാശ കമ്മീഷന് പോയി, ബാലാവകാശ കമ്മീഷന് പോയി. അവരിവിടെ വരികയും അവർ ശക്തിയായിട്ട് ഉത്തരവിടുകയും ചെയ്തു. അതുകൊണ്ടും പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ നാട്ടുകാരായിരിക്കുന്ന ഞങ്ങൾ ഒറ്റക്കെട്ടായും കൊണ്ടിട്ട് ഇതിനൊരു 14 അംഗ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് സ്കൂൾ അനുവദിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ആ വിധിക്കെതിരെ പിന്നെ സർക്കാർ സ്റ്റേ ഓർഡർ ചെയ്തിട്ട് സുപ്രീം കോടതി പോവുകയാണ് ചെയ്തത്. സ്റ്റേ ഓർഡർ വാങ്ങാൻ കാരണം 8 മാസമായിട്ടും സർക്കാർ സ്കൂൾ അനുവദിക്കാത്തതിൻ്റെ പേരിൽ പിന്നീട് കോടതി അലക്ഷ്യത്തിന് പോയി. അപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടറോടും അതുപോലെ തന്നെ സെക്രട്ടറിയോടും നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. അവർക്ക് പ്രയാസം ആവുമെന്ന് വിചാരിച്ചിട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ഈ വിധിക്കെതിരെ സർക്കാർ പോകുന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. വളരെയധികം സങ്കടകരമായിരിക്കുന്ന വാർത്തയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും സർക്കാർ കണ്ണു തുറന്നില്ല എങ്കിൽ ഞങ്ങളോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയായിരിക്കും അത്. പരിസരത്ത് എത്ര കിലോമീറ്റർ ചുറ്റളവിൽ? ഇവിടെ 3.5 കിലോമീറ്ററാണ് ഏറ്റവും അടുത്ത് വരുന്ന സ്കൂളുള്ളത്. 3.5 കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ ചെറുകുളം, അതേപോലെ ചെറാങ്കുത്ത്, പിന്നെ അതിനും ദൂരെയുള്ള സ്കൂളുകൾ ഒരുപാട് പോകുന്നുണ്ട്. വടക്കാങ്ങര സ്കൂളുണ്ട്, മഞ്ചേരി അപ്പുറത്തേക്ക് പോകുന്ന സ്കൂളുകൾ വരെ ഉണ്ട്. ഇവിടുന്ന് ഒരുപക്ഷെ 4-5 സ്കൂളുകളിലൊക്കെ വണ്ടികളായിട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു 200-300 കുട്ടികൾ ഇപ്പോൾ ആ ബസ്സിൽ അങ്ങനെ പോകുന്നുണ്ട്. ബസ് ത്രൂ പോകുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഫയർ എന്ന് പറയുന്നത് ഇവിടെ നാട്ടിലെ ആളുകളെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അതിൻ്റെ ഫയർ ഇവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. 91 മുതൽ സർക്കാരുകൾ സ്കൂൾ കൊടുത്തിട്ടില്ല. പക്ഷെ അന്ന് മുതൽ സർക്കാരിന് പിന്നെ നിയമപരമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിന് ശേഷം പിന്നെ നമ്മൾ നാട്ടുകാർ മൊത്തത്തിൽ കൂടിയിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുകയും അതിനെതിരെ കേസിന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. 3 മാസത്തിനകം എലമ്പ്രയിൽ സ്കൂൾ നൽകണമെന്നുള്ളൊരു അനുകൂല വിധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് പിന്നെ സ്കൂളിൽ വീണ്ടും സർക്കാർ അത് മുഖതിരിച്ചുകൊണ്ടാണ് പിന്നെ അത് അപ്പീലിന് പോയപ്പോഴാണ് വീണ്ടും സുപ്രീം കോടതിയിൽ പോകേണ്ട അവസ്ഥ വന്നത്. എന്തായാലും ഇപ്പോൾ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സർക്കാർ വീണ്ടും റിവിഷൻ അപ്പീലിന് പോവുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും ഫൈസ് പറഞ്ഞ പോലെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവം. ഇപ്പോൾ വലിയൊരു പോരാട്ടത്തിൻ്റെ വിജയമാണല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് കരുതാം. എങ്ങനെയാണ് ഈ നാടിൻ്റെ ഒരു പ്രതികരണം ഇതിനോടുള്ളത്? നാട്ടിൽ മൊത്തം എല്ലാവരും ആഹ്ലാദത്തിലാണ്, സന്തോഷമാണ്.
നാല് പതിറ്റാണ്ട് കാലം നീണ്ടു നിന്ന ഈ പോരാട്ടത്തിന് ഒരു സമാപ്തി കുറിച്ചുകൊണ്ട് നല്ലൊരു വിധിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 100% നാട്ടുകാർക്കും നല്ല സന്തോഷത്തിലാണ്. ഇത് 1983 ഇസ്ഹാഖ് കുരിക്കൾ ഇവിടെ മഞ്ചേരി മുനിസിപ്പൽ പ്രഥമ ചെയർമാൻ ആവുന്ന സമയത്ത് ഒരു സ്കൂളിലെ വിഷയം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു 1 ഏക്കർ സ്ഥലങ്ങൾ എങ്ങനെ വാങ്ങി, ആ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്കൂൾ കിട്ടാനുള്ള ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ നിന്നാ തുടക്കം. അങ്ങനെ നാട്ടുകാർ ഇപ്പോൾ നേരത്തെ പൈസ പറഞ്ഞ പോലെ തുച്ഛമായ പൈസ പിരിവെടുത്ത് സ്ഥലം വാങ്ങിക്കുകയും അത് നമ്മൾ സ്കൂൾ മദ്രസയുടെ കീഴിലുള്ള നജാത്തുദ്ദീൻ സംഘം എന്ന കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ. അത് ആ ആധാരത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് എലമ്പറ LP സ്കൂളിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സ്ഥലം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതലുള്ള പോരാട്ടം 91 ഇവിടെ നമുക്ക് സ്കൂൾ അനുവദിച്ചു. ആ സ്കൂൾ എന്ന് വെച്ചാൽ പിന്നെ മാറി വന്ന സർക്കാർ അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും എല്ലാ ഗവൺമെൻറ്റും നമ്മൾ വാഴ്ക്കുന്നുണ്ട്. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ വരികയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്ത് കൊടുത്ത് ഞാനൊക്കെ നിരവധി തവണ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും അത് DPIയിലൊക്കെ പോയി ഫയലൊക്കെ നീക്കിയിട്ട് എവിടെയും തീരുമാനമാക്കില്ല. നയപരമായ ഗവൺമെൻറ് തലത്തിൽ സ്കൂൾ കൊടുക്കാനുള്ള നയപര തീരുമാനം ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് DPI റിപ്പോർട്ട്, DD റിപ്പോർട്ട്, റിപ്പോർട്ട് ഒക്കെ നമുക്ക് അനുകൂലമാണ്. എല്ലാം നമുക്ക് അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും റിപ്പോർട്ട് അനുകൂലമായിട്ട് പോലും ഗവൺമെൻറ് തലത്തിൽ അത് അരങ്ങാപ്പാടം സ്വീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മഞ്ചേരി മുൻ MLA ഉമർ സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും. അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നമ്മൾ സമീപിക്കുകയും അതിൻ്റെ ഉത്തരവ് 114 പേജ് 4 വർഷം കേസ് നടത്തിയ ശേഷം 114 പേജുള്ള വലിയൊരു ഉത്തരവ് നമുക്ക് കിട്ടുകയും ആ വിധിന്യായത്തിൽ പറയുന്നത് 3 മാസം കൊണ്ട് സർക്കാർ സ്കൂൾ അനുവദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അനുവദിക്കാതിരുന്ന 3 മാസം കഴിഞ്ഞ് 8 മാസം വരെ സമയമായപ്പോൾ അനുവദിക്കാതിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കമ്മിറ്റി ഉണ്ട്, സ്കൂൾ സമിതി കമ്മിറ്റി. ആ കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട പൈസ വാട്ടിയൊക്കെ കമ്മിറ്റിയിലാണ്. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് കൂടുകയും ബഹുമാനപ്പെട്ട ഈ വിധിക്കെതിരെ കാണ്ടം കോർട്ട് ഫയൽ ചെയ്യാണ്ടായി. കാണ്ടം കോർട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതിന് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർക്കും സെക്രട്ടറിക്കൊക്കെ നോട്ടീസ് അയക്കുകയും അവർ നേരിട്ട് കോടതി ആയാവും ചെയ്യാൻ സാഹചര്യത്തിൽ അവർക്ക് ഇത് പ്രതികൂലമായി ബാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സുപ്രീം കോടതി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി സർക്കാർ സുപ്രീം കോടതി പോയി സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ഞങ്ങളിവിടെ കമ്മിറ്റി കൂടുകയും ആ സുപ്രീം കോടതി വിധിക്കെതിരെ കൗണ്ടർ ചെയ്തിട്ട് ഞങ്ങൾ സുപ്രീം കോടതി 3.5 കൊല്ലം കേസ് നടത്തി ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അനുകൂല വിധി കിട്ടിയിരിക്കുകയാണ്. ആ വിധി എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാരനായ സുൽഫിഖർ എന്ന അഡ്വക്കേറ്റും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബെഞ്ചാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത്. ഈ അനുകൂലമായ വിധി നാട് മൊത്തം സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. ഇതിൽ ഞങ്ങൾ രാഷ്ട്രീയമില്ല, കക്ഷിയില്ല, സംഘടന, എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ സമിതിയിൽ വിദ്യാഭ്യാസ സമിതി എല്ലാ പാർട്ടീൻ്റെ ആളുകളുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായ തീരുമാനം നാടിൻ്റെ അഭിമാന നിമിഷമാണ്. ഇനി എത്ര കാലം കൊണ്ട് ഇവിടെ സ്കൂൾ തുടങ്ങാനാവുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? സർക്കാർ ഇന്ന് അനുവദിച്ചാൽ നാളെ തുടങ്ങും. കാരണം ബിൽഡിംഗ് റെഡിയാണ്. കാരണം നമ്മൾ ഇവിടെ മദ്രസയൊക്കെ ബിൽഡിംഗ് ഉണ്ട്, 2 നില ബിൽഡിങ്ങാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂം, ബോർഡ്, ടെറസ്, എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെട്ട ഒരു ബിൽഡിംഗ്. അത് വാടകയില്ലാതെ ഇതിലേക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഗ്രൗണ്ടിൽ മുനിസിപ്പാലിറ്റി അതായത് അനുവദിക്കുന്ന മുറക്ക് ഗവൺമെൻറ് ഇപ്പോൾ സർക്കാർ അന്ന് തന്നെ ഫണ്ട് വെച്ചിട്ട് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കെട്ടാൻ സമ്മതമാണ്. അഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ MLA ഫണ്ട് ഉപയോഗിച്ച് ബിൽഡിംഗ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുകൂടെ മാത്രമല്ല മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഈ കേസും മറ്റും വളരെ സഹായിച്ചിട്ടുണ്ട്. ഈ കേസിൽ കക്ഷി അതിൽ മുനിസിപ്പാലിറ്റി സ്വന്തം വക്കീൽ വെച്ചിട്ടുണ്ട്. അതിൽ വക്കീൽ ഫീസ് കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഉമർ MLA നിരവധി തവണ സഫീഷ്യനായിട്ടും ചോദ്യോത്തര വഴി നിയമസഭയ്ക്ക് വിഷയം അവതരിപ്പിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് വരണമെന്നില്ല. ഇവിടെ അതുവരെ അവിടെ വാടകയില്ലാതെ തന്നെ ഞങ്ങൾ തുടങ്ങാൻ മദ്രസ കമ്മിറ്റി വിട്ടു തയ്യാറെന്ന ഒരു അഫിഡവിറ്റ് 2015 മുനിസിപ്പാലിറ്റിക്കും സർക്കാരും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോരാടുന്ന മറ്റൊരു നാടുണ്ടായിട്ടുണ്ടാവില്ല ചരിത്രത്തിൽ. 2008 കച്ചേരിപ്പടി സൗത്ത് സ്കൂള് കുട്ടികളില്ലാതെ അടച്ചുപൂടുന്ന സാഹചര്യം വന്നപ്പോൾ അത് മുനിസിപ്പാലിറ്റി കൗൺസിൽ ഐക്യകണ്ഠ്യേന പ്രമേയം പാസ്സാക്കുകയും അത് എലമ്പർക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്ത് സർക്കാരിൻ്റെ അനങ്ങാപ്പാടം നയം 2008 മലപ്പുറത്തെ DD ഓഫീസിലേക്ക് ഞങ്ങൾ ബഹുജന മാർച്ച് നടത്തുകയും പ്രക്ഷോഭം നടത്തുകയുണ്ടായി. അത് മലപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ബഹുജന എല്ലാവരും പങ്കെടുത്തുള്ള ഒരു മാർച്ച് നടത്തുക. സമരമുറകളായിട്ട് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇപ്പോൾ കോടതിയെ സമീപിച്ചു, ഹൈക്കോടതി വിധി വന്നു, അവസാനം ലാസ്റ്റ് സുപ്രീം കോടതി വിധി എത്തിയിരിക്കുകയാണ്. സന്തോഷം. സ്കൂൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിടത്ത് യാഥാർത്ഥ്യമായത് ഇന്നിപ്പോൾ ഈ അംഗൻവാടി മാത്രമാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടൽ പ്രദേശവാസികൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. ഈ അംഗൻവാടിയിലെ കുട്ടികൾ പഠിച്ച് വളരുന്നത് ഒരുപക്ഷെ ഇവിടെ ഉയരാൻ പോകുന്ന ഈ സ്കൂളിലായിരിക്കാം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ ഗ്രാമം. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, News 18.